അല്ല, അതൊക്കെ നമ്മൾ ഈ പൊതുപ്രവർത്തകന്മാരെ നാട്ടിലിറങ്ങുമ്പോൾ എത്രയോ ഫോട്ടോസ് എടുക്കും. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് എത്ര സെൽഫി എടുത്തു. അതിലുള്ള ആളുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് സെൽഫിക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയൊന്നും അതിപ്പോൾ അപ്പുറത്തും ഉണ്ടാവുന്നേ. അതിലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടാൽ, പഴയ കാലത്തൊക്കെ പറയുക എടാ ഒരു ചായ കുടിച്ചിട്ട് പോകാനാണ്. ഇപ്പം അതല്ല പറയാം, നമ്മളൊരു സെൽഫി എടുക്കാമെന്ന് പറയും. കണ്ടാലുള്ള സന്തോഷ സൂചകമായി ചെയ്യുന്നൊരു സംഗതിയാണ്. അത് എല്ലാവരും ചെയ്യും. അപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നവൻ്റെ ബയോഡാറ്റ പരിശോധിച്ചിട്ടും അവൻ്റെ അതുപോലെ തന്നെ കുടിക്കടം പകർത്തിയിട്ട് സെൽഫിക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിൽ സംഭവം. അല്ല, അതന്നെ അങ്ങനെയുള്ള ഫോട്ടോ കണ്ടതിനല്ലേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം വന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട ഈ കരാർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനാണ്, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ്, അത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്കാണ് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതിൽ എല്ലാ വശവും പരിശോധിക്കും, എങ്ങനെ തുടരണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. അപ്പോൾ അതിൽ അങ്ങനെ ആർക്കെങ്കിലും അത് വേണമെന്നോ വേറെ ആർക്കെങ്കിലും അത് വേണ്ടെന്നോ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആ സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് സമിതിയുടെ കൺവീനർ എന്ന നിലക്ക് എനിക്ക് പറയാൻ സാധിക്കും. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഈ നാടിനെയും രക്ഷിക്കാനുള്ളൊരു വലിയ പ്രയത്നമല്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന, ഗവൺമെൻറ്റിൻ്റെ മൊത്തം സപ്പോർട്ടോടു കൂടി നന്നായി മുന്നോട്ട് പോകുന്ന ഈ തൂഫാൻ പദ്ധതി. അതിലൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല.